തിരുവനന്തപുരം വഞ്ചൂർ കോടതിയിൽ ബോംബ് ഭീഷണി പോലീസും ബോംബ് സ്ക്വാഡും ഇപ്പോൾ പരിശോധന നടത്തുന്നു. കോടതിയിൽ ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം ലഭ്യമായിട്ടുള്ളത്. അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തൻ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയായി വിവിധ സർക്കാർ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ കളക്ടറേറ്റുകളിലൊക്കെ തന്നെ ബോംബ് ഭീഷണി വരുന്നു. ഇപ്പോൾ വഞ്ചൂർ കോടതിയിൽ ലഭ്യമായ ഭീഷണി സംബന്ധിച്ച് എന്ത് പരിശോധന നടത്തുന്നുണ്ട്? ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെ എത്തിയോ? പ്രതീക്ഷ ഏതാണ്ട് 1 മണിക്കൂർ മുൻപാണ് വഞ്ചൂർ കോടതിയിൽ, തിരുവനന്തപുരം വഞ്ചൂർ കോടതിയിൽ ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചത്. ഇമെയിലായിട്ടാണ് കോടതിയുടെ ഓഫീസിൽ സന്ദേശം ലഭിച്ചത്. ഇതേ തുടർന്ന് പോലീസിനെ വിവരം അറിയിച്ചു. പോലീസും ബോംബ് സ്ക്വാഡും വഞ്ചൂർ കോടതിക്കുള്ളിൽ പരിശോധന നടത്തുകയാണ്. തിരുവനന്തപുരത്തെ കോടതി കോംപ്ലക്സ് ആണ് വഞ്ചൂരിലെ ഈ ക്യാമ്പസിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ എല്ലാ കോടതികളിലും നിരവധി കെട്ടിടങ്ങൾ കോടതിക്കുള്ളിലുണ്ട്. അപ്പോൾ ഓരോ കെട്ടിടങ്ങളിലും ബോംബ് സ്ക്വാഡും പോലീസും ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ഇതുവരെ എന്തെങ്കിലും അസ്വാഭാവികമായൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഇന്നലെ ഒരു പ്രധാനമായ വിധി ഈ കോടതിയിൽ നിന്ന് ഉണ്ടായിരുന്നു. അമ്പലമുക്ക് വിനീത കൊലക്കേസ് പ്രതി രാജേന്ദ്രന് വധശിക്ഷ വിധിച്ച പ്രഖ്യാപനമുണ്ടായിരുന്നു. ആ കോടതിയിൽ 7ാം അഡീഷണൽ സെഷൻസ് കോടതിയിൽ അടക്കം ഇപ്പോൾ ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ പ്രത്യേക കാരണം ഈ സന്ദേശത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമല്ല. 2 ആഴ്ച മുമ്പും വഞ്ചൂർ കോടതിക്ക് ബോംബ് ഭീഷണി ഉയർത്തിക്കൊണ്ടുള്ള ഒരു ഇമെയിൽ സന്ദേശം ഈ കോടതിയുടെ ശിരസ്താറിന് ഇമെയിൽ വഴി ലഭിച്ചിരുന്നു. അന്നും പോലീസ് പരിശോധന നടത്തി. പക്ഷേ അത് വ്യാജ സന്ദേശമാണെന്ന് കണ്ടെത്തിയിരുന്നു. അടിക്കടി ഈ കഴിഞ്ഞ കുറച്ചു കാലമായി തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ച് വിവിധ രീതിയിലുള്ള ബോംബ് ഭീഷണി സന്ദേശങ്ങൾ, വ്യാജ സന്ദേശങ്ങളാണ് ഇതുവരെ ലഭിച്ചത്. പ്രത്യേകിച്ച് കളക്ടറേറ്റിനടക്കം, തിരുവനന്തപുരം നഗരത്തിലൊരു ഹോട്ടലിനടക്കം അത്തരം ബോംബ് ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ വഞ്ചൂർ കോടതിക്ക് എതിരെ ബോംബ് ഭീഷണി ഉയർന്ന ലഭിച്ച ഇമെയിൽ സന്ദേശം, അതും ഗൗരവത്തിൽ തന്നെയാണ് പോലീസ് എടുക്കുന്നത്. ആ ഗൗരവത്തിൽ തന്നെയാണ് പരിശോധനകൾ തുടരുന്നത്. പക്ഷേ ഇതുവരെ അസ്വാഭാവികമായ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതെങ്കിലും പാനിക് സിറ്റുവേഷൻ കോടതിക്കുള്ളിൽ ഇല്ലതാനും. കോടതി സാധാരണ പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രതീക്ഷ.